അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ ചെറിയൊരു ഡിസ്ക്ലൈമർ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ എന്താ കഥ എന്നും കാര്യങ്ങളൊക്കെ ഫുള്ള് ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ കഥ എന്തായാലും ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ആ സ്ഥലമോ ഇതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഓക്കെ, ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഒരു ചിരിയെന്ന് ഞാൻ ഇൻട്രോ ഒന്ന് ചേർത്ത ഇപ്പൊ ഒന്ന് മാറ്റി പിടിച്ചതാണ്. എന്നാളാ പണി വെച്ചിട്ട് ഇതെന്താ ഇവന്റെ മൂഞ്ചി മേലെ കിട്ടാം അത് കാര്യമൊക്കെ കാണുന്നില്ലേ നമ്മളെ കൂടെ ഉള്ള ഇപ്പൊ നമ്മളെ ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള സ്റ്റോറി ഇത് രണ്ടുപേരെ മൂന്നാം റിലീസ്. അപ്പൊ ഇത് ജീവിതത്തിൽ നടന്ന ഒരു കുഞ്ഞു പ്രേതകഥ ഇതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ അപ്പൊ ചെറിയൊരു കഥയ്ക്കാണ് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റാക്കി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും റിസ്ക് ഒക്കെ TV വേറെ ഫോണിന്നൊക്കെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനും വലിയ റിസ്ക് ഒന്നും വേറെ ഇല്ല. അപ്പൊ നിങ്ങൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കൊരു 1K ലക്ഷം അടിക്കുന്നു. 1K ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. 1K വെയിറ്റ് വേഗം സബ്സ്ക്രൈബ്. നമ്മളെ ഷോർട്സിനൊക്കെ 3K 5K ഇന്ന് 3 അവർ മുന്നേ വിട്ട വീഡിയോക്ക് വരെ 3.9K അടിച്ചിട്ട് ആ കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് അടിച്ചിരുന്നെങ്കിൽ ഒറ്റയടിക്ക് 3K ആരായ. അപ്പൊ കഥ പറഞ്ഞു കൊടുക്കാം. പോവാലെ പണി ഞാനാ നോക്ക് എന്തെങ്ങനെ എന്തിന് കഥ പറയുമ്പോ. അപ്പൊ അത് നോക്കണ്ട, ഞാൻ ചെറിയൊരു കഥ ഇതില് ഞാൻ ഡിസ്ക്ലൈമർ തരാം. കോള് വരുന്നുണ്ട് ഗൈസ്, ഇതില് കാണില്ല. അപ്പൊ ഓൻ പോട്ടെ ഉണ്ടോളി ഞാൻ അപ്പൊ ഞാൻ കഥ പറഞ്ഞു കൊടുക്കാം. ഞാൻ ഡിസ്ക്രൈബർ തരാം. ഇതിൽ ഞാൻ ആ സ്ഥലമോ ആ പ്ലേസോ അത് ഞങ്ങൾ താമസിച്ച ഒരു സ്ഥലമാണ് അത് ഞാൻ മെൻഷൻ ചെയ്യില്ല. ഒരു കോട്ടേജ് ആണ് മാത്രം മെൻഷൻ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കോള് വന്നപ്പോൾ അങ്ങോട്ട് വരാം. അപ്പൊ ചെറിയൊരു സംഭവം, ഞാൻ ഏകദേശം LKG UKG കാലഘട്ടം പഠിക്കുമ്പോൾ ഇത്ര മരുന്ന് കോളൊക്കെ ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ എന്റെ ഇതുവഴിയുള്ള ഫോട്ടോ ഈ സൈഡ് കൊടുക്കാം. അപ്പൊ ആ കാലത്ത് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം, ഞാൻ രാത്രി ആ സമയത്ത് ഡോറ ബുജി ഭയങ്കര ഫേമസ് ആയിരുന്നു. കാർട്ടൂൺ കൊച്ചു TV എപ്പോഴും വരുന്നു. അന്ന് വലിയ ഞാൻ ഒറ്റയ്ക്ക് ഇത്ര ഉള്ളു. കോള് വന്നോണ്ടിരിക്കുന്നു. ഞാൻ എന്റെ ഫോണിൽ കോള് വരാതെ ക്യാപ്റ്റൻ കൊണ്ട് ഉണങ്ങിയിരുന്നു. ഇനി വേണ്ട. അപ്പൊ ഞാൻ എന്തായാലും കാര്യം പറയാം. LKG UKG പഠിക്കുന്ന സമയത്ത് രാത്രി 8 മണി കറക്റ്റ് 8 മണിയാകുമ്പോൾ കൊച്ചി TV ഡോറ ബുജി സ്ട്രീമിങ് ചെയ്യും. അപ്പൊ ഞാൻ ആ സമയത്തേക്ക് ഞാൻ ഡോറ ബുജിന്റെ വലിയൊരു ഫാനായിരുന്നു, എന്താ പറയാ. അപ്പൊ അത് കണ്ടോണ്ട് ഇരിക്കും. അപ്പൊ നമ്മളെ കോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ താഴെ മുകളിലുള്ള 2 തട്ടായിട്ടാണ്. 2 ഫ്ലോർസ് ഉണ്ട് ഓൾറെഡി. അപ്പോ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് മുകളിലത്തെ നിലയിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ അപ്പുറത്ത് കൂടെ ഓപ്പോസിറ്റ് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഒരു ഡോറാണ്. ഒരു എന്താ പറയാ, എനിക്കൊരു ചെറിയ പ്രശ്നം പോകുന്നു. ഞാൻ ബാക്കി കഥ പറയാം. അപ്പൊ സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്കന്നെ ഞാൻ നോക്കിയതാ കുറി ഇട്ടുണ്ട്. എന്റെ ഹൈലൈറ്റ് തന്നെ എന്റെ കുറിയാണ്. അത് നമ്മളെ സ്കൂളിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും കുറി കിട്ടാമെന്നും വരില്ല. അപ്പൊ കഥ തുടങ്ങാം. അപ്പൊ ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ ഒരു ഡോറാണ്, എന്താ പറയാ, ഇരുമ്പിന്റെ ഒരു ഡോറ്. ആ ഡോറ് കഴിഞ്ഞിട്ടാണ് പിന്നെ 2 കോട്ടേഴ്സ് ഞങ്ങളുടെ മുകളിലുള്ള ആ 2 കോട്ടേഴ്സിക്ക് കയറാൻ പ്രവേശിക്കാൻ പറ്റുള്ളത്. അപ്പൊ ഇതേമാതിരി ഒരു ദിവസം ഞാൻ അന്നൊന്നും എനിക്ക് അറിയില്ല എന്താ സംഭവം ഒന്നും. ഞാൻ ഡോറ ബുജി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ആ ഡോറ് എന്ന് പറഞ്ഞാല് 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ആ ഡോർ 6 മണിക്ക് ക്ലോസ് ചെയ്തിട്ട് ഒരു 8 മണിയാകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഞാൻ ഡോറ ബുജി കാണാൻ വേണ്ടി TV ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ മുന്നിൽ കുത്തിയിരിക്കും. അപ്പൊ അങ്ങനെ ഡോറ ബുജി കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാണാം ആ ഡോർ ക്ലോസ്ഡ് ആണ് ഓൾറെഡി. 6 മണിക്ക് അത് ക്ലോസ് ചെയ്യും. 8 മണിക്കാണ് ഞാൻ ഡോറ ബുജി കാണാൻ ഇരിക്കുന്നത്. അപ്പോ ആ അടച്ച ആ ഡോറിന്റെ അടച്ച ഇരുമ്പ് ഡോറാണ്. നിങ്ങൾ ഓർക്കണം,
അടച്ച് ലോക്ക് ചെയ്ത് പൂട്ടിട്ട്. അപ്പോൾ ആ അടച്ച ആ ഡോറിന്റെ ഉള്ളിൽ കൂടെ ഒരു നേര് വരുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞാൻ അത്ര കാര്യമാക്കിയില്ല. അത് ആരെങ്കിലും തുറന്നിട്ടാവുമെന്ന് അന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ LKG UKG പഠിക്കുന്ന ടൈമാണ്. അന്നത്തെ ഒരു കുട്ടിയുടെ ബോധം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ആ നേരിങ്ങനെ വരും. വന്നിട്ട് സൈഡ് കൂടെ ഞങ്ങളെ കൊട്ടേസിലേക്ക് വരിക. ഫസ്റ്റ് വേറൊരു കൊട്ടേസ്, സെക്കൻഡ് ഞങ്ങളുടെ കൊട്ടേസ്. അത് മോൾത്തട്ടിലാണ്. അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടില്ല, ഇവിടുന്ന് താഴെയാണ്. അപ്പൊ അത് നേരെ ഇങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ കൊട്ടേസിന്റെ മുന്നിൽ കൂടെ, ഞങ്ങളുടെ കൊട്ടേസിന്റെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്രില്ലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വയലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹാള് വരുന്നു. അപ്പോ അതിങ്ങനെ വന്നിട്ട് ഞങ്ങളവിടെ ഹാളിന്റെ ജനാല് പുറത്തേക്കുള്ളതാണ്. അപ്പൊ അപ്പുറത്തെ ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ നേരിനെ കറക്റ്റായിട്ട് ആ ജനാലിൽ ഇങ്ങനെ റിഫ്ലക്ട് അടിക്കും. ഞാനിപ്പോ എന്തോ വിചാരിച്ച ആരെ പോണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോറ് തുറന്നു. തുറന്നിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നു വിശേഷം? അപ്പോ എവിടെ കടയിൽ പോയതായിരുന്നു. അപ്പൊ ഞാൻ ബാക്കി പറയാം. ഞാൻ തുറന്ന് ഗ്രില്ല് തുറന്ന് പോയി ഇപ്പൊ അവിടെ ആരും കണ്ടില്ല. നിങ്ങൾ ഓർക്കണം, അത് അവിടെ വെച്ച എൻഡ് ചെയ്യാണ്. അത് ആ കോട്ടേഴ്സിന്റെ അവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. പിന്നെ താഴ്ചയാണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോർ അറിയാലോ, ഫസ്റ്റിലേക്കുള്ളതാണ്. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഉള്ളിൽ കയറിയിട്ട് സാധാരണ ആരംഭിച്ച് അതെന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പോയി അമ്മേനോട് പറഞ്ഞപ്പോ അമ്മ വന്ന് നോക്കിയാൽ താഴെ പോയതിന് ശേഷമാണ് അമ്മ വന്ന് നോക്കണത്. അപ്പൊ അമ്മ കണ്ടില്ല. അങ്ങനെ അടിയിലുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. അപ്പോൾ ഇതേമാതിരി ഓരെങ്ങോട്ടോ സ്കൂളിലേക്കൊക്കെ പോയപ്പോൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നാന്ന് വിചാരിച്ചിട്ട് അടിയിൽ കൂടെ എന്തോ നടന്നു പോകുന്നത് കണ്ട്. അപ്പോൾ ഈ കൊലുസ് ഉണ്ടാവില്ലേ, ഗേൾസ് പൊതുവെ കൊലുസ് ഉപയോഗിക്കണവരാകും. ആ കൊലുസിന്റെ ശബ്ദം, കൊലുസല്ലേ കൊലുസ് മറ്റേ ഡാൻസ് കളിക്കുമ്പോ അല്ലേ എന്ത് പാദസരം കൊലുസ് മറ്റേ ഡാൻസ് കളിക്കുന്നതല്ലേ. കൊലുസ് മറ്റേ ആ ചോപ്പ് സാധനല്ലേ. അപ്പൊ എന്തായാലും കാര്യം പറയാം. അപ്പൊ അതിന്റെ ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ ആരും കണ്ടില്ല. അപ്പൊ ഓര് ഞങ്ങളോടും പറഞ്ഞു. അങ്ങനെ എന്റെ അമ്മ ഒരു ദിവസം നോക്കാന്ന് വെച്ചപ്പോ അമ്മ കണ്ടതിന് ശേഷം അമ്മ എന്താന്ന് അറിയില്ല, അത് പോയി നോക്കിയപ്പോ ഞാൻ പറഞ്ഞല്ലേ എൻഡിങ് ആണ് വരുന്നത്. എൻഡിങ് നിന്ന് അടുത്ത് ചാടുകയാണ്. അതിനൊന്നും പറ്റൂല, നമ്മള് ചാടിയാ തത്വം. അപ്പൊ അവിടെ എൻഡിങ്ങിൽ വെച്ച് അവസാനിക്കാണ്. പിന്നെ അതേമാതിരി ഒരു അന്ന് പോയിട്ട് കേട്ടോ, ഇന്നതെ ഈ ചപ്പറ തളിച്ചു അന്ന് ഇത്ര ഓടുക. അങ്ങനെ ചെറുതായപ്പോ പിച്ചൊത്താനായിട്ടില്ല. ഇങ്ങനെ താഴെ പായ വെച്ചിട്ട് ഞങ്ങള് കിടന്നു. ഞാന്, അമ്മ, അച്ഛൻ, ഞങ്ങൾ 4 ആളും കിടന്നത്. പിന്നെ ഈ നടുക്കില് വേറൊരു ഷീറ്റും കൂടി വെച്ചിട്ട് അതിലൊരു പൈതൽ. ഇപ്പൊ പൈതലുണ്ട് അവനെ. അപ്പൊ ഓന് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഉറങ്ങി. ഏകദേശം ഇപ്പോൾ ഓർമ്മയുണ്ട് 12:30 1 മണി ആയപ്പോ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗ്രില്ല് കഴിഞ്ഞ് ഒരു വാതിൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ഹാള് വരുന്നത്. കോട്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഗ്രില്ലും പൂട്ടും, ഹാളിലേക്ക് വരുന്ന വായിലും പൂട്ടും. വായിലെന്ന് പറഞ്ഞാൽ ഇതേമായിട്ട് ഡോർസാണ് മരത്തിന്റെ തന്നെ. അപ്പൊ അങ്ങനെ രണ്ടും പൂട്ടിയിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. അങ്ങനെ ഒരു മണി കറക്റ്റ് ആയപ്പോണ്ട് നിങ്ങൾ നോക്കണം. ഗ്രില്ല് ഞങ്ങൾ ഉള്ളിൽ നിന്ന് ചങ്ങല ഇട്ട് ലോക്ക് ഇട്ട് പൂട്ടിയാണ്. ചങ്ങല ഉണ്ടല്ലോ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ലോക്ക് ഇട്ട് പൂട്ടിയാണ്. അപ്പൊ ഉള്ളിലത്തെ വായ്മ അത് ഗ്രില്ല് കഴിഞ്ഞിട്ടുള്ള ഉള്ളിലത്തെ ആ മരത്തിന്റെ വാതിന്മേ നായ്ക്കളതും പിന്നെ ഇങ്ങനെ കോറുന്ന ശബ്ദം. ആ ശബ്ദം കേൾക്കുക കോറിയിട്ട് ഇങ്ങനെ. പിന്നെ നായ കുരക്കണ ശബ്ദം. ഫസ്റ്റ് ഞാൻ അമ്മേനെ ഗ്രില്ല് കഴിഞ്ഞിട്ടുള്ള ഡോറിന്റെ ഉള്ളിൽ നിന്ന്, അതായത് നമ്മളിപ്പോ പുറത്ത് ഡോറില്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ ഈ ഡോർ. ഈ ഡോറിന്റെ ആ ഡോർ ഉള്ളിൽ നിന്ന് നായ ഉള്ളിൽ നിന്ന് വരയ്ക്കുക. ആ ഗ്രില്ലൊക്കെ ചാവിട്ട് ലോക്ക് ചെയ്തതാ. അത് അതിന്റെ ശേഷം ഇങ്ങനെ കോറുക വാതിന്മേ. അപ്പൊ എന്താ ഞാൻ പൂട്ടന്ന് കണ്ടാന്ന് അന്ന് തുറന്നിട്ടിട്ടില്ലേ. അന്ന് ഞാൻ അമ്മ പൂട്ടന്ന് കണ്ടതുമാണ്. അങ്ങനെ ഞാനാകെ പേടിച്ചിട്ട് ഫസ്റ്റ് എനിക്ക് പോകാൻ ധൈര്യമില്ല. ഞാൻ അമ്മേനെ വിളിച്ചപ്പോ അത് നിന്ന്. അപ്പൊ അമ്മ പറഞ്ഞു എവിടെ ശബ്ദം. പിന്നെ അമ്മ കിടന്നു തുടങ്ങി. പിന്നെ കേൾക്കണത്. പിന്നെ ഞാൻ ഇവനെ വിളിക്കാൻ പറ്റൂല. എത്ര തൊളർന്ന അപ്പാർക്കോ. അപ്പൊ അവനെ വിളിക്കാൻ പറ്റൂല. അങ്ങനെ അച്ഛനെ വിളിച്ച. അപ്പൊ അച്ഛൻ നല്ല ഉറക്കത്തിൽ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് നേരെ പോയിട്ട് ഇനിയിപ്പോ എന്തായാലും തുറക്കണം. കാരണം ആ ശബ്ദം എങ്ങനെ കേട്ടെന്ന് അറിയാൻ വേണ്ടിട്ട്
ആ സൊരയില് പേടിയൊക്കെ ആകാംക്ഷ, ആകാംക്ഷ. ആകാംക്ഷയും പേടിയും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് ആ ഡോറ് പിടിച്ച് തുറന്നു നോക്കിയപ്പോ ഒന്നുമില്ല. ഞങ്ങളെ ചെരുപ്പ് അവിടെ ഒരു വെച്ചോടെ തന്നെ മൂലക്കില് എടുത്തിട്ട് ഊഞ്ഞാലി ഇട്ടിരുന്നു. കൊലയിൽ ഊഞ്ഞാലി ഉണ്ടായിരുന്നു, ഒരു ചൂരന്റെ ഊഞ്ഞാല്. ഇപ്പൊ ഇല്ല, നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ കേടായിരുന്നു, വെള്ളത്തിലൊക്കെ എന്തോ കേടായിരുന്നു. അപ്പൊ മഴ ഇതപ്പോ കേടായിരുന്നു. അങ്ങനെ അതൊക്കെ കറക്റ്റ് കിടക്കണ്. ഇല്ലാണെങ്കിലോ തുറന്നിട്ടില്ല, കൂട്ടിട്ട് തന്നെ കിടക്കുന്നത്. അപ്പൊ പിന്നെ ഞങ്ങള് ഒരു ജ്യോതിഷ അവിടെ എന്തൊക്കെയോ വെക്കിച്ച് നോക്കിയപ്പോ ഒരാള് എന്ത് ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഞങ്ങള് വെപ്പിച്ച് നോക്കിയപ്പോ പറഞ്ഞ് ആ കോട്ടേഴ്സ് അവിടെ പണിയണേന്റെ മുന്നേ ഒരു എന്തോ IT-ന്റെ എന്തോ ഫ്ലാറ്റ്, വലിയ ഫ്ലാറ്റ് ആയിരുന്നു. അപ്പൊ അവിടെ ഒരു പെണ്ണ് തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞിങ്ങനെ. അപ്പൊ തൂങ്ങി മരിച്ചത് ആ ആത്മാവ് പ്രേതെന്ന് പറയാം. ഇതാണ് സാധനം. ഞാൻ എപ്പോ നോക്കുമ്പോഴും ഇതിന്റെ കടയാണ്. അപ്പൊ സാധനം കഴിച്ചു ലെയർ കുറച്ച് കുറവാണെങ്കിലും വിട്ടൊന്ന് കാണാണെങ്കിൽ ലെയറിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ ബാക്കി തുടരാം. ഇപ്പൊ ജെമിനി ഫുള്ള് ഞാൻ ജെമിനിയില ഫുള്ള്. എനിക്ക് അറിയാം, ഇൻസ്റ്റയില് ഉള്ളവർക്ക് അറിയാം, ഫുള്ള് ജെമിനിയില. അതൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ ആ ആത്മാവ് പിന്നെ ആ ഫ്ലാറ്റ് പൊളിച്ചതിന്റെ ശേഷം ആ കോട്ടേഴ്സ് അവിടെ കോട്ടേഴ്സ് പണിതപ്പോ പിന്നെ ആ ആത്മാവ് അവിടെ പോയിട്ടില്ല. അവിടെ ഇങ്ങനെ അരിഞ്ഞെടുക്കല. നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല, ഉപദ്രവിക്കാത്തൊരു പാപാത്മാവ് അല്ലേ. ഇത്ര ആള് ഈ കഥ എന്റെ തൊണ്ട അമ്മയും ഞാൻ കുറച്ച് ഇതപ്പോ ഇപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു. അമ്മേന്റെ അമ്മ ഇങ്ങനെ എന്റെ അമ്മ പുറത്തേക്ക് എന്തിനാ ഡ്യൂട്ടിക്ക് അങ്ങനെ എന്തോ പാർലറിലേക്ക് അങ്ങനെ എന്തൊക്കെയോ പോയതാണ്. അപ്പൊ അമ്മമ്മയാണ് ഈ പുഡിങ് ചെക്കൻ നോക്കാത്തത്. അപ്പൊ ഇവനെ നോക്കിയിട്ട് പുറത്തുനിന്ന് എന്തോ ചെരുപ്പ് വെച്ചിട്ട് എന്തോ നടക്കുന്ന സൗണ്ട് കേട്ടപ്പോ എന്റെ അമ്മമ്മ വിചാരിച്ചല്ലോ അമ്മ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് നോക്കിയപ്പോ അവിടെ ആരില്ല. എന്നിട്ട് ഞങ്ങൾ ആ താഴത്ത് പോകാൻ പറഞ്ഞില്ലേ, 2 പെൺകുട്ടികളും പോയിട്ട് അവിടെ പോയി ചോദിച്ചപ്പോഴും ഒരു പറഞ്ഞു ഇവിടെ ആരും വന്നിട്ടില്ല, ആരും ഒരു മുകളിലോട്ടും കയറി. അപ്പളേ അമ്മേനോട് പറഞ്ഞൊക്കെ അമ്മ പറഞ്ഞിരുന്നു. എടാ മരുന്ന് കേട്ടോ, ഞാൻ ക്യാമറയുടെ മുന്നിൽ കേട്ടോ. അതാണ് ഇവ പ്രായത്തിന് വീഡിയോ കണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ഇടയ്ക്ക് ഞാൻ കാണുന്നത്. ഞാൻ ഹോസ്പിറ്റൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ കാണുന്ന ഒരു ചാനൽ കാണിച്ചു തരാം. അതെ, ഫാസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ കാണുന്ന ചെറിയൊരു കുട്ടിയൊരു യൂട്യൂബ് കുട്ടിയല്ലോ, മില്യണേഴ്സ് ഉള്ളതാണ്. ഓർക്കണം, നമുക്കൊന്നും മില്യൺ അടിച്ചിട്ടില്ല. ക്യാമറ തിരിഞ്ഞോന്ന് ഡൗട്ടുണ്ട്. കണ്ടില്ലേ? ഫോക്കസ് ആണില്ലേ? ഫോക്കസ് ഈ അതിലെന്നെ തൊടി തിരിച്ചു വെക്കാൻ പറ്റില്ലേ? ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റില്ല. അപ്പൊ മില്യൺ നമ്മളത്ര നമ്മള് 116 അങ്ങനെ എന്തോ സംതിങ് ആയിക്കുന്നു വീഡിയോസ്. ഞാൻ ഫോക്കസ് ചെയ്യണം. ആ ചാനലൊന്നും കൂടി എടുത്ത ഗ്രേ വോൾഫിന്റെ കറക്റ്റ് ഫോക്കസ് ആയി. ഞാൻ ഒന്നും കൂടി ആ ഗ്രേ വോൾഫിന്റെ ചാനൽ ഇതാ കേട്ടോ ചാനല്. ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. 251 വ്യൂവേഴ്സ് ഫോണിൽ. ഇതാ എൻ്റെ ഫോണിൽ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണ് കേട്ടോ. എൻ്റെ ഫോണിൽ ഞാൻ ഇപ്പോൾ കണ്ട യൂട്യൂബ് എടുത്തൊക്കെ തന്നെ ഫുൾ ഹിസ്റ്ററി ഓരോ തന്നെയാണ്. നമ്മളെ ചാനലിൻ്റെ വ്യൂസ് നോക്കുക. നമ്മളെ ചാനൽ അടിച്ചപ്പന്നെ ഒന്നും എടാ വെക്കി സബ്സ്ക്രൈബേഴ്സ് നമ്മൾ 234 വീഡിയോ ഇട്ട് എന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് നോക്കൂ 300 ക്ലിയർ ആവില്ലേ? 378 സബ്സ്ക്രൈബേഴ്സ്. ആ കുഴപ്പമില്ല,
അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ 378 നമുക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. 1 മില്യൺ ഒരു കേക്ക് അടിക്കണം. അതാണ് പറഞ്ഞത്. 1 മില്യൺ ഒരു ഇതുണ്ട് കേട്ടോ. നമ്മളെ സെലിബ്രേഷൻ ഒക്കെ വെച്ചിക്കണേ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോ 3 ലൈവ് ഇട്ടാണ്. ലൈവ് പോസ്റ്റ് ആണ്ടാ ഇതൊക്കെ ജെമിനി വെച്ച് ഉണ്ടാക്കല്ലേ. കൊറേ പോസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ പ്രാന്തിരി ഓരോ കണ്ടന്റ് ഇട്ടാൻ വേണ്ടിട്ടേ നമ്മൾ ഇവിടെ ഇരുന്ന ഒരു കണ്ടന്റ്. ഇതിനൊറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണ്ട. ഇത് പോസ്റ്റുകളിൽ കാണാം. ഇതില് ഞാൻ ഇതിന്റെ കൂടുതൽ 80% 20% എന്നാടാ പണി വെച്ചിട്ട് 10 വോട്ടൊക്കെ കിട്ടോ. 10 വോട്ട്സ് അതാണ് 80%. സത്യാട്ടോ. അതുകൊണ്ടൊക്കെ 80% ആരുടെ തീരുമാനമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി? എന്റെ തീരുമാനം. ഞാൻ തുടങ്ങി വെച്ച ഒരു ചാനലായിരുന്നത്. ഞാൻ തുടങ്ങിയിട്ട് വീഡിയോസ് വിടാനും ചെയ്യായിരുന്നു. പിന്നെ അവന്റെ ഫസ്റ്റത്തെ വിട്ട് അവന്റെ ഡാൻസ് എല്ലാം ഇട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ സൈഡ് കൊടുക്കാറ്. അല്ലെങ്കിൽ ആ ലൈവ് എടുക്ക്. ലൈവിന്റെ സെക്ഷൻ ലൈവ് 3 ലൈവ് ഉണ്ട്. കാണാത്തവർക്ക് നിങ്ങൾ കാണുന്നിട്ടാണ് ഞാൻ എന്റെ ചാനൽ നേരത്തെ രണ്ടാമത്തെ ലൈവ് 49 ദിവസം. അത് പിന്നെ 38 ഉണ്ട്. ഫസ്റ്റത്തെ ലൈവ് അത് നിങ്ങളെ വിളിക്കാതെ ലൈവ് ദിവസമൊക്കെ 3. ഇതിപ്പോ 2 hour ആയിട്ടുള്ളൂ വിട്ടിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 3.9K 3.4K 1K 1.5K 1.8K 5K 1.8K ഇത് മാത്രം 180. ആകെ കുറച്ച് വീഡിയോസ് മാത്രമേ 1K അടിക്കാത്തുള്ളൂ. പക്ഷെ ഷോർട്സ് ആട്ടോ നിങ്ങളെ ഷോർട്സ് വിട്ട് വെറുപ്പിക്കണ ടൈമാന്നറിയാം. കുറച്ച് വീഡിയോസ് ഞങ്ങളായിട്ട് ഞാൻ ഇപ്പൊ എടുത്ത ഡ്രോണ് ചത്തെടുക്കണം അവിടെ. എന്റെ കാര്യം തീരുമാനമായി. അപ്പൊ കേടൊന്നല്ല. ടോട്ടൽ വ്യൂസ് നോക്കി 3,09,963 വ്യൂസ്. അപ്പൊ പിന്നെ ഗൈസ് ഇതാ മുകളില് ഇൻസ്റ്റാഗ്രാം ID അഭിനവ് CP ഒഫീഷ്യൽ ഉണ്ട്. കേറി ഫോളോ ചെയ്യാം. ഓപ്പൺ ആയിക്കോട്ടെ. പിന്നെ ഞാനിപ്പോ സെക്കൻഡ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കണമായിരുന്നു. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പക്ഷെ സെക്കൻഡ് ചാനലിലേക്ക് തപ്പി പോകേണ്ട ആവശ്യമില്ല കേട്ടോ ആരും. അതിലേക്ക് മസ്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിലും നിങ്ങൾ കുഴപ്പമില്ല. ഞാൻ ഫോളോ ചെയ്യുന്നത് പറയണില്ല. അത് മസ്റ്റായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാം. അഭിനവ് CP ഒഫീഷ്യൽ. ഞാൻ എന്റെ യൂട്യൂബിന്റെ ബയോയില് കൊടുത്തത്. ഇൻസ്റ്റന്റ് ബയോയില് അല്ല ഇൻസ്റ്റന്റ് ബയോയില് എന്റെ യൂട്യൂബിന്റെ ലിങ്ക് കൊടുത്തത്. യൂട്യൂബിന്റെ ബയോയില് എന്റെ ഇൻസ്റ്റന്റ് ലിങ്ക് അത് നിങ്ങൾ മസ്റ്റായിട്ട് എത്തിക്കുക. ഞാൻ പലരും കണ്ടൊരു കാര്യമാണ്. ഇന്ന പൈസ എടുത്താൽ ഇന്ന ഫോളോവേഴ്സ്. അത് നമുക്ക് വേണ്ട കേസ്. നമുക്ക് റിയൽ ആയിട്ടുള്ള ഫോളോവേഴ്സ് മതി. അതല്ലോ ഉദ്ദേശിച്ചത്. പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. കുട്ടുമെന്നാണ് വേണ്ടത്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഇതില് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ വിടാൻ പറ്റുകയാണെങ്കിൽ വിടാം. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ അടിക്കുന്നത്. അപ്പൊ കോപ്പിറൈറ്റ് ഇഷ്യൂ അടിക്കണോണ്ടാണ് നമ്മൾ ആ വീഡിയോസ് ഒന്ന് മസ്റ്റായിട്ട് ഇൻസ്റ്റേ കയറിയൊക്കെ കഴിഞ്ഞാൽ കുറെ യൂട്യൂബിൽ വരാത്ത പല വീഡിയോസ് നിങ്ങൾ ഇതിൽ കാണാം. പിന്നെ ഫേസ്ബുക്കിൽ അഭിനവ് CP അതും അപ്പൊ യൂട്യൂബിൽ എല്ലാരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം. ഫേസ്ബുക്ക് വേണമെങ്കിൽ അവിടെ സൈഡ് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 612 എങ്ങാനും വ്യൂസ് ഫോളോവേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു. 378 എടുക്കണ്ടോ. ഒരു വീഡിയോ ഓപ്പൺ ആക്കണ്ടോ. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സ്പോട്ടിൽ ഈ വീഡിയോയും കോപ്പിറൈറ്റ് അടിക്കും. ഇതൊക്കെ ചെയ്തതാണ്. നമ്മള് പിന്നെയും കുറെ വീഡിയോസ് എടുക്കാന് നമ്മളിപ്പോ തന്നെ ഡ്രോണൊക്കെ കിട്ടിയതിന്റെ ശേഷം നമ്മള് വീഡിയോ ഇട്ട് നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. തൽക്കനാടിയൊക്കെ ഉണ്ടാക്കിയില്ല. അപ്പൊ സ്ക്രോൾ ചെയ്താൽ കാണാം. നമ്മള് തൽക്കനാടി അവിടെ പോയിട്ട് ചെയ്യണമെന്നുണ്ട്. കാരണം ഇവിടുന്ന് കറക്റ്റ് ഒരു എന്താ പറയാ ഇവിടുന്ന് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് തിരിച്ചു വരുന്നതിന് ഫുൾ ടയേർഡായിട്ട് പിന്നെ ഒന്നും തോന്നൂല്ല. അതാണ് പിന്നെ അങ്ങോട്ടും പോകാത്തത്.
അതാണ് ഫുൾ വീഡിയോസ് ഇവിടെ ഇരുന്ന് എടുക്കാൻ കാരണം. പക്ഷെ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് നന്നായിട്ടാണ് നമ്മളൊരു ട്രാവലിംഗ് വീഡിയോ ഒക്കെ ചെയ്യണം. വെറുതെ നിങ്ങൾക്ക് വീഡിയോ കിട്ടുമ്പോ ജസ്റ്റ് ആ ബട്ടർ ഒന്ന് അറിയാത്തവർക്ക് കാണിച്ചു. ഈ ഒരു ബട്ടർ ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുത്ത പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ്, അൺലിമിറ്റഡ് ആണ്. ഇങ്ങനെ ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതല്ല ഞാൻ പറയുന്നത്. ട്രാവലിംഗ് വീഡിയോയില് നമ്മള് ട്രാവലിംഗ് വീഡിയോ എടുക്കാൻ പ്ലേസിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമുള്ളൂ. ഇതുവരെ സെറ്റ് ആയിട്ടില്ല വേറെ കാര്യം. കുറച്ച് പരിപാടി കാണാം. അപ്പൊ നമ്മളൊരു ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ 10 ദിവസം പൂട്ടിക്കണം. 10 ദിവസം പൂട്ടിയാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരമല്ല അടുത്ത ദിവസം വരെ പഠിക്കണം. അടുത്ത ദിവസം തന്നെ പണി വൈകുന്നേരം വരെ ഫുൾ ടൈം. ഈ 10 ദിവസം തന്നെ 10 ദിവസം അല്ല 12 ദിവസം പൂട്ടിയത്. 12 ദിവസം അങ്ങനെ പോകാനാണ് എന്റെ വിചാരം. അപ്പൊ അതിന്റെ ഇടയിൽ കൊച്ചു കൊച്ചു കണ്ടന്റും ട്രാവലിംഗ് വീഡിയോ പരമാവധി എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ട്രാവലിംഗ് വീഡിയോ അത് ചെയ്യുമ്പോൾ കുറെ ഇത് നമുക്ക് നോക്കാണ്ട്. ഫുഡിന്റെ കാര്യം, നേരം വൈകുകയാണെങ്കിൽ റൂമിന്റെ കാര്യം, ലൊക്കേഷൻ, പൈസ ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ ട്രെയിനിലാണെങ്കിൽ ട്രെയിനിന്റെ പൈസ, ബസ്സിനാണെങ്കിൽ ബസ്സിന്റെ പൈസ. നമ്മളിപ്പോ ഇവിടുന്ന് ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അവിടേക്ക് നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റിയാലും അവിടുന്ന് പിന്നെ ആ ലൊക്കേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ബസ്, ഓട്ടോ, അങ്ങനെ എന്തെങ്കിലും ക്യാബ് ബുക്ക് ചെയ്യണമെങ്കിൽ ക്യാബിന്റെ പൈസ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം കിട്ടണമെങ്കിൽ വീണ്ടും പറയുന്നു അശ്വിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫുള്ളും ഇരുന്ന് കാണാൻ ഇതൊക്കെ പകുതിയിൽ നിർത്തി പോയാണല്ലോ. ഫുള്ള് ഇരുന്ന് കാണാൻ വ്യൂസ് നിർത്തി പോയ മക്കളെ ഈ ഭൂതം ഭൂതത്തിന് വായ മക്കളാണ്. അപ്പൊ ഞാൻ നിർത്തപ്പോ അതിന്റെ എത്ര നോക്കിയാൽ മിനിറ്റ് എത്ര നോക്കിയാൽ അരമണിക്കൂറായാണ് വെറുതെ ഈ ഫോണിന്റെ സ്റ്റോറേജ് തീർക്കാനില്ല. അപ്പൊ ഒക്കെ ഐഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയത് കുഴപ്പമില്ല. നമ്മള് ഫ്യൂച്ചറിൽ നമ്മൾ ഐഫോൺ അല്ല ഒരു ഫ്ലാറ്റ് വരെ എടുക്കാനൊക്കെ തീരുമാനം ഉണ്ടായിരുന്നു. ആവശ്യമില്ല പ്രായത്തിനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ കത്തിയിട്ടുള്ള അപ്പൊ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഥ കേൾക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ജീവിതം കേൾക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം. ലൈക്ക് ഒന്നും വരാനില്ല. ബൈ ഗൈസ്.